പഴുത്തുണങ്ങിയ മണ്ണിൽ പതിവ് പോലെ വാഴ നട്ടുനനച്ച് കാത്തിരുന്ന മാവൂരിലെ കർഷകർക്ക് ഇക്കുറി കണ്ണീരിന്റെ വിളവെടുപ്പാണ്. കനത്ത വേനലിലും വരൾച്ചയിലും പ്രതികൂലമായ പ്രകൃതി ചൂടിൽ കർഷകരുടെ നഷ്ടം പറഞ്ഞാലും തീരാത്തത് തന്നെ. മാവൂരിലെ 2 ഹെക്ടറിലേറെ സ്ഥലത്തെ 4000-ത്തിലുമേറെ വാഴകളാണ് ഇക്കുറി വെയിലെടുത്തത്. വേനലിലും വരൾച്ചയിലും വ്യാപകമായ കൃഷിനാശമാണ് ഉണ്ടായതെന്ന് പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തിയ കൃഷിവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നു. കർഷകർക്കുണ്ടായ നഷ്ടം പഠിക്കാനും ആവശ്യമായ സഹായ സാധ്യതകൾ മനസ്സിലാക്കുന്നതിനുമാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തിയത്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ EN സഫിയ, കുന്നമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ MK ശ്രീവിദ്യ, FIB ഡെപ്യൂട്ടി ഡയറക്ടർ അമ്പിളി എന്നിവരടങ്ങിയ വിദഗ്ധ സംഘമാണ് വരൾച്ചാ പ്രദേശങ്ങൾ സന്ദർശിച്ച് വിലയിരുത്തിയത്. സംഘത്തോടൊപ്പം കൃഷി ഓഫീസർ ഡോക്ടർ ദർശന ദിലീപും ഉണ്ടായിരുന്നു. വളരെ നന്നായിട്ട് വാഴ പരിപാലിച്ചു കൊണ്ടുവരുന്ന ഈ കർഷകർക്കൊക്കെ ഇപ്രാവശ്യത്തെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ഒരു തിരിച്ചടിയായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ മൊത്തം ഏരിയയുടെ ഒരു 10% നമുക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. മൂപ്പെത്താതെ വാഴക്കൊലകൾ ഒടിഞ്ഞു വീഴുക, മൂപ്പെത്തിയത് പഴുക്കാതിരിക്കുക, അങ്ങനെ പല പ്രശ്നങ്ങളും കർഷകർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എത്രത്തോളം ഇത് രൂക്ഷമായിട്ടുണ്ട് എന്നുള്ള ഒരു അസസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ബ്ലോക്ക് തലത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് വിവിധ കർഷകരുടെ പ്ലോട്ട് നമ്മൾ സന്ദർശിക്കുകയും അതേപോലെ തന്നെ അതിന് മുന്നേ തന്നെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ പ്ലോട്ടുകൾ സന്ദർശിച്ച് കർഷകർക്ക് എത്രമാത്രം ലോസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് നമുക്ക് കർഷകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പാക്കേജ് ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കൊടും ചൂടിൽ മാവൂരിലും പരിസരങ്ങളുമായി നിരവധി പേരുടെ വാഴ കൃഷിയാണ് നശിച്ചത്. വെയിൽ താങ്ങാനാകാതെ നിരവധി വാഴകൾ നിലംപതിച്ചു. ഇത് സംബന്ധിച്ച് കൃഷിഭവന്റെ നേതൃത്വത്തിൽ മുൻപ് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇത് പരിശോധിച്ച് വിലയിരുത്തുന്നതിനും തുടർ നടപടി സ്വീകരിക്കുന്നതിനുമായാണ് ബ്ലോക്ക് തല സംഘത്തെ നിയോഗിച്ചത്. ഈ സംഘമാണ് കഴിഞ്ഞ ദിവസം മാവൂർ, മുക്കം, കാരശ്ശേരി, കൊടിയത്തൂർ പഞ്ചായത്തുകളിൽ പരിശോധനയ്ക്കെത്തിയത്. മാവൂർ കൃഷിഭവന് കീഴിൽ പാറമ്മൽ, ആയകുളം, തെങ്ങിലക്കടവ് ഭാഗങ്ങളിലാണ് പരിശോധന നടത്തിയത്. വരൾച്ചയിൽ കൃഷിനാശം സംഭവിച്ചവർക്ക് പാക്കേജ് പ്രഖ്യാപിക്കുന്നതുൾപ്പെടെയുള്ള നടപടി ഉണ്ടാകുമെന്നാണ് കർഷകർ പ്രതീക്ഷിക്കുന്നത്. എൻലൈറ്റ് ന്യൂസ്, മുക്കം.